ഹായ് ഫ്രണ്ട്സ്, ബൾബ് മീഡിയയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്ലൈൻഡ് സ്പോട്ടിനെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അതിൽ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറഞ്ഞു, സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ബ്ലൈൻഡ് സ്പോട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന്. അപ്പോൾ അതിനെപ്പറ്റി വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ബ്ലൈൻഡ് സ്പോട്ട്, അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടിൽ എത്തുക എന്ന് പറയുന്നത്, ബ്ലൈൻഡ് സ്പോട്ടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ ബൾബ് മീഡിയ എന്ന് പറയുന്നിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മൾ ഇതുപോലത്തെ കാറിൻ്റെ ടിപ്സുകൾ, കാറിൻ്റെ ഹെൽത്ത് ടിപ്സുകൾ, കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വരുന്ന ബെൽ ബട്ടൺ കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നാം ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 3 മിറേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് വാഹനത്തിൻ്റെ 2 വശത്തായിട്ട് പുറമേ 2 മിറേഴ്സും വാഹനത്തിൻ്റെ ഉള്ളിൽ നടുവിലെ ഒരു മിററുമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ആദ്യം നമ്മൾ സീറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തതിന് ശേഷം മിറേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ 3 മിറേഴ്സും അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇമേജിൽ നമുക്ക് കാണാം ഒരു ബ്ലൂ കാറുണ്ട്. ആ നീല നിറത്തിലുള്ള കാറാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറ്. അതിൽ വരുന്ന 3 മിറേഴ്സും നമ്മൾ എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആ 3 മിറേഴ്സിലും ലെഫ്റ്റ് സൈഡിലൂടെ വരുന്ന വാഹനം, അതായത് ആ പച്ച നിറത്തിലുള്ള കാറിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ ആയിരിക്കും കാണുക. അപ്പോൾ ആ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ആ ഒരു വ്യൂ പാത്തിലാണ് ഉണ്ടാവുക. ഇതിൽ ആ ഗ്രേ നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഓരോ മിറേഴ്സിലൂടെ നമ്മൾ കാണുന്ന വ്യൂ ആണത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെ വരുന്ന ആ പച്ച കളറിലെ വാഹനം ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെയുള്ള വ്യൂ പോയിന്റിൽ തന്നെയാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്ക് ആ മിററിലൂടെ ആ വാഹനത്തെ പൂർണ്ണമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ റെഡ് കളറിലെ കാർ വരുന്നത് നമ്മളുടെ വലത് സൈഡിലുള്ള മിറേഴ്സിൻ്റെ വ്യൂ പോയിന്റിന് പുറത്തുകൂടെയാണ്, അതിൻ്റെ ഔട്ടർ കൂടെ ആയതുകൊണ്ട് നമുക്കത് ഇൻവിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ വരുന്ന ഏരിയ, നമുക്ക് ഇൻവിസിബിളായിട്ട് വരുന്ന ഏരിയയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ 3 മിറേഴ്സിലൂടെ ബാക്കിലേക്ക് വരുന്ന വാഹനം കാണാതെ വരുന്ന ഏരിയയെ നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നു. നാം ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ 3 മിറേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടാണ് ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ മിറേഴ്സ് അറേഞ്ച് ചെയ്യുന്നതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. അതായത് മാക്സിമം ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണുന്ന രീതിയിൽ, മാക്സിമം ഏരിയ കവർ ചെയ്ത് വരുന്ന രീതിയിൽ വേണം മിറേഴ്സ് അറേഞ്ച് ചെയ്യാനായി. ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ ആ മിറേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്യുന്നു. അതിൻ്റെ ഒരു കമ്പാരിസൺ ആണെന്ന് നിങ്ങളിപ്പോൾ ഈ ഇമേജിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട്, അതായത് ഈ കാണിക്കുന്ന ഭാഗത്ത് നടുവിലൂടെ പോകുന്ന വാഹനമാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടതുവശത്തുകൂടിയും വലതുവശത്തുകൂടിയും ഒരു പച്ച നിറത്തിലുള്ളതും ചുവന്ന നിറത്തിലുള്ളതുമായ 2 വാഹനങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണാം. ഈ കേസിൽ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ മിറേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ബാക്കിലേക്ക് വരുന്ന ഏരിയ രണ്ടാമത്തെ ഇമേജിനെ അപേക്ഷിച്ച്, രണ്ടാമത്തെ പാർട്ട്, അതായത് ഈ പാർട്ടിനെ അപേക്ഷിച്ച് കുറഞ്ഞ ഏരിയയിൽ മാത്രമാണ് വരുന്നത്. എന്നാൽ രണ്ടാമത്തെ ഭാഗത്താണെങ്കിൽ അതിൻ്റെ ഏരിയ വൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, ഒന്നാമത്തെ പാർട്ടിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ പാർട്ടിലായിരിക്കും കൂടുതലായിട്ട് ഏരിയ കവർ ചെയ്ത് വരുന്നതും പ്രോപ്പറായിട്ടുള്ള ഒരു മിറർ അറേഞ്ച്മെൻറ്റ് ഉള്ളതും. അപ്പോൾ നമ്മൾ മാക്സിമം മിറേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന ഏരിയ മാക്സിമം കവർ ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഈ ഇമേജിലൂടെ നമുക്ക് വ്യക്തമാണ്, അതായത് ഏറ്റവും മുന്നിൽ പോകുന്ന വാഹനമാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ പുറകിലായിട്ട് ഒരു നീല നിറത്തിലുള്ള വാഹനവും ഇടതുവശത്തുകൂടി ഒരു പച്ച നിറത്തിലുള്ള വാഹനവും വലതു വശത്തു കൂടി ഒരു ചുമന്ന നിറത്തിലുള്ള വാഹനവും കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള 3 മിറേഴ്സ്, അതായത് വലത് സൈഡിലെ മിറേഴ്സ്, ഇടത് സൈഡിലെ മിറർ, അകത്ത് വരുന്ന നടുവിലുള്ള മിറർ, ഇതുവഴി നമ്മൾ എങ്ങനെയൊക്കെയാണ് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഈ ഭാഗത്തു നിന്ന് വ്യക്തമാണ്
രണ്ട് രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മളിതിൽ കാണിച്ചിട്ടുള്ളത്. പ്രോപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് പൂർ അഡ്ജസ്റ്റ്മെൻറ്റ്. പ്രോപ്പർ അഡ്ജസ്റ്റ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഗ്രീൻ കളറിലെ കാറ് നമുക്ക് ആ മിററിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ വരുന്ന റെഡ് കളറിലെ കാറും നമുക്ക് ആ മിററിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പൂർ അറേഞ്ച്മെൻറ്റിൽ, അതായത് ഈ കാണുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഗ്രീൻ കളറിലെ കാറിനെ പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് റെഡ് കളറിലെ കാറിനെ പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ചെറിയ പാർട്ട് മാത്രമാണ് കാണിക്കുന്നത്. ബാക്കിയുള്ള ഏരിയ ബ്ലൈൻഡാണ്. അപ്പോൾ ആ വരുന്ന ബ്ലൈൻഡായിട്ടുള്ള ഏരിയയാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കാറിൻ്റെ മിറേഴ്സ് അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായത് മാക്സിമം ഏരിയ പുറകിൽ നിന്ന് വരുന്ന മാക്സിമം ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ വേണം എപ്പോഴും മിറേഴ്സ് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. അതായത് ബ്ലൈൻഡ് സ്പോട്ടിലൂടെ വരുന്ന വാഹനങ്ങളെ നമുക്ക് കാണാൻ വരുന്ന അവസരത്തിൽ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ വലത്തേക്കോ ഇടത്തേക്കോ വണ്ടി ടേൺ ചെയ്യിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റിന് വഴിയൊരുങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം മിറേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഏതൊക്കെ രീതിയിൽ മിറേഴ്സ് അറേഞ്ച് ചെയ്താലും സാധാരണ വാഹനത്തോടൊപ്പം വരുന്ന മിറേഴ്സിൽ ബ്ലൈൻഡ് സ്പോട്ട് തീർച്ചയായും വരുന്നതാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കാണുന്ന ഇമേജിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇടത് സൈഡിൽ കൂടെ ഗ്രീൻ കളറിലെ കാർ വിസിബിളായിട്ടുള്ള ഏരിയയിലാണ്, അതായത് ബ്ലൈൻഡ് സ്പോട്ട് അല്ലാതെ വരുന്ന ഏരിയയിലാണ്. അതുപോലെ റൈറ്റ് സൈഡിലെ റെഡ് കളറിലെ കാറാണെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏത് സമയത്താണെങ്കിലും നമ്മൾ വലത്തേക്കോ ഇടത്തേക്കോ തിരിയുമ്പോൾ, അതായത് ഒരു ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ട്രാക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുക, മസ്റ്റായിട്ട് ഇൻഡിക്കേറ്റർ ഇടുക. ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം വലത്തേക്ക് ട്രാക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ തലയൊന്ന് ചരിച്ചിട്ട് നോക്കിയോടെ വേണം. അതായത് ബ്ലൈൻഡ് സ്പോട്ടിൽ ഏതെങ്കിലും വാഹനം ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് അത് വരുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഒരു അപകടം അവിടെ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞിട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഏരിയ പരമാവധി കുറയ്ക്കുന്ന മിറേഴ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഓൺലൈനിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മിറേഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ബ്ലൈൻഡ് സ്പോട്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ബാക്കിൽ നിന്ന് വരുന്നത് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ പൂർണ്ണമായി കാണാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ഒരു പരിധി വരെ നമുക്ക് കാണാൻ സാധിക്കുകയും അതുവഴി നല്ലൊരു അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.